നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. അതൊരു പുതിയ ചാനലാണ്. ടെക്നിക്കലായിട്ടുള്ള ഇൻപെർഫെക്ഷൻസ് ദയവായി ക്ഷമിക്കുക. ഓക്കെ, ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ, ടിപ്പുകൾ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അത് ഈ വീഡിയോയിൽ മാത്രമല്ല, എല്ലാ വീഡിയോയിലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങൾ പറയുന്നത്. ഭാഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം. ഓക്കെ, അപ്പോ 10,000-കണക്കിന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഭാഗ്യം വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ ₹1 ചെലവില്ലാത്ത ചെറിയ ചെറിയ ടിപ്പുകൾ, അതുവഴി നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാം. സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, നിരവധി കാര്യങ്ങൾ വേറെയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഇതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ സംഭവിക്കുന്നതെന്ന് നോക്കാം. എങ്കിലും നിർബന്ധമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ₹1 കോടി ഗൂഗിൾ പേ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും പണം മാത്രമല്ല, മറ്റ് ചില സന്തോഷം തരുന്ന പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞ് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. പകരം ഭാഗ്യം വരിക തന്നെ ചെയ്യും, ഒരു സംശയവും ഇല്ല അതിൽ. ഇപ്പോ എനിക്ക് 10,000-കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 64 വയസ്സുള്ള കിളവനാണ്. ഓക്കെ, 64 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വേറെ എണ്ണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്, ടിപ്പുകളായിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കണം, അതായത് നിങ്ങൾക്ക് വല്ല ഭാഗ്യമൊക്കെ കിട്ടുന്നുണ്ടോ? ഒറ്റ വാക്യത്തിൽ ഞാൻ മറുപടി പറയാം. അത് തള്ളിക്കളയുന്നവര് തള്ളിക്കളഞ്ഞു. പക്ഷെ ഞാൻ നിഷ്കളങ്കമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ കോടീശ്വരനാണ്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സൗകര്യമുള്ളവരൊക്കെ അംഗീകരിക്കുക, അല്ലെങ്കിൽ വേണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഘോഷയാത്രയായിട്ട് വരിക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഈ പറഞ്ഞ ദീർഘമായിട്ടുള്ള വീഡിയോകൾ ഞാൻ കഴിവതും ഒഴിവാക്കിയാണ്. കാരണം പറഞ്ഞാൽ ഭൂരിപക്ഷം പേർക്ക് സമയമില്ല. അപ്പോൾ ഓരോ വീഡിയോയിലും പരമാവധി 5-10 മിനിറ്റിൽ ഒതുക്കിയിട്ട് അതിൽ ഓരോ വീഡിയോയിലും പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. 10,000-കണക്കിന് വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭാഗ്യം കൊണ്ടുവരുന്ന ടിപ്പുകൾ, അതാണ് ഞാൻ ഈ ചാനലിൽ പറയുന്നത്. ഈ വീഡിയോയിൽ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഒന്ന് പേഴ്സ്, മണി പേഴ്സ്, പണം സൂക്ഷിക്കുന്ന പേഴ്സ്, അത് വലുതായാലും ചെറുതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടിപ്പുകൾ. ₹1 ചെലവുള്ളതല്ല. ഓക്കെ, ആ ടിപ്പുകൾ അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പരീക്ഷിച്ച് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അത് തുടരുക. ഓക്കെ, അപ്പോ അതൊരു കാര്യം പറയുന്നു. ഇത് കൂടാതെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അല്പം പൊക്കി പറയാൻ പോയാണ്. കിളത്തി പറയാൻ ചില കിഴക്കൻ നാടുകളൊക്കെ പറയും. ഓക്കെ, അപ്പൊ അത് ഔചിത്യമില്ലാത്ത, മര്യാദയില്ലാത്ത പരിപാടിയല്ലേ? അതെ, സ്വയം പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കാര്യമാണ്. യാതൊരു മര്യാദയും ഇല്ലാത്ത, യാതൊരു ഔചിത്യവും ഇല്ലാത്ത ഒരു പരിപാടിയാണ്. പക്ഷെ ഞാനത് നിങ്ങളോട് പറയുന്നത് 64-ാമത്തെ വയസ്സിലാണ്. ഈ 64 വയസ്സുള്ള ഞാൻ ഇനി എന്തോന്ന് ഔചിത്യം നോക്കാനാ? അത് മാത്രമല്ല, ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. ഓക്കെ, എന്റെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ ചില തള്ളുകൾ പറയുകയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഞാൻ ഉള്ളതുപോലെ നിഷ്കളങ്കമായിട്ട് ഞാൻ പറയുന്നു. സൗകര്യമുള്ളവരൊക്കെ അംഗീകരിച്ചാൽ മതി. ഏറിവേ ഞാൻ സ്വയം പുകഴ്ത്തുന്ന കുറെ കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്പർ 1, ഇത് എന്താ പറയാ, നമ്മുടെ
ഗ്രഹനില, അതായത് ജാതകം, ജ്യോതിഷ അനുസരിച്ച് എൻ്റെ ജാതകത്തിൽ ഞാൻ കർക്കിടക ലഗ്നമാണ്. ഈ കർക്കിടക ലഗ്നക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കർക്കിടക ലഗ്നക്കാരന് 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് 10 ലക്ഷം കിട്ടുമെന്നാണ് ജ്യോതിഷപരമായിട്ടുള്ള, അത് പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഡെഫിനറ്റ് ആണ് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ ഇപ്പോൾ തൽക്കാലം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് തള്ളാണെങ്കിൽ കൊള്ളാണെങ്കിൽ എന്തായാലും നിങ്ങൾ തൽക്കാലം നിഷ്കളങ്കമായിട്ട് അത് വിശ്വസിക്കുക. കാര്യം ഞാൻ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ ജാതകത്തിൽ ഗുളികൻ അഥവാ മാന്തി നിൽക്കുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. ഗുളികൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സംസാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് 64 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ സ്വന്തം കാര്യം ഞാൻ സ്വയം പുകഴ്ത്തി പറയുകയാണ്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തനി വിവരക്കേടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പോലും പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്ന കരിനാക്കെന്നല്ല പറയുന്നത്, ഗുളികൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നാൽ എന്താണ് ഫലമെന്ന് നിങ്ങൾ തന്നെ ജ്യോതിഷന്മാരോട് ചോദിക്കും. ഞാനും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഗുളികൻ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, ഞാൻ എന്ത് വിവരക്കേട് പറഞ്ഞാലും അസംബന്ധം പറഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ ജാതകത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് എല്ലാവരുടെയും കാണും. പക്ഷെ അതൊക്കെ സംഭവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അനുഷ്ഠിക്കാറുണ്ട്. ഞാൻ രാവിലെ കൃത്യം 4 മണിക്ക് എഴുന്നേക്കും, ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കും, ഷാർപ്പ് ടൈമിൽ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിക്കാൻ ഇടയുള്ള ചോദ്യം, ഈ പറയുന്ന ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. കിട്ടുന്നുണ്ട്. ചുമ്മാ ഒന്നും നമ്മൾ ഇതിനകത്ത് തള്ളുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ നിഷ്കളങ്കമായിട്ട് നമ്മൾ പറയുന്നത് സൗകര്യമുള്ളവരൊക്കെ അംഗീകരിക്കാം. എനിവേ, അപ്പോൾ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പോൾ 7 മിനിറ്റായി, 7 മിനിറ്റല്ലേ 8 മിനിറ്റായി. ഈ 8 മിനിറ്റിനിടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യാനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടിക്കണക്കിന് രൂപ വന്നൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. 1000 അല്ല, 100 അല്ല, 10 രൂപ അല്ല, പണം മാത്രമല്ല സമ്പത്ത്. നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം നിങ്ങളുടെ ചുറ്റിനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്നു. അതല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഭാഗ്യം വരുന്നുണ്ടോ? അതല്ലെങ്കിൽ അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 2 മാസം എൻ്റെ ചാനൽ കാണുന്നു, സബ്സ്ക്രിപ്ഷൻ ചെയ്തത് തുടരുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് സൗഭാഗ്യം വരുന്നുണ്ടോ? അത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊപ്പം കൂടുക. ഞാൻ കർക്കിടകലത്വമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് പേഴ്സിന്റെ കാര്യം നോക്കാം. മണി പേഴ്സ്. ആദ്യമായിട്ട് പറയാം, കീറിപ്പറഞ്ഞും പേഴ്സുകളൊന്നും ദയവ് ചെയ്ത് കൊണ്ടു നടക്കരുത്. കഴിവതും ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും പുതിയ പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം. അത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കൂടിയ വിലയ്ക്കുള്ള പേഴ്സ് തന്നെ വാങ്ങിക്കണം. പണം വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റുക തന്നെ ചെയ്യും. ഈ വൃത്തിയുള്ള പേഴ്സിൽ നോട്ടുകൾ, കറൻസി നോട്ടുകൾ സൂക്ഷിക്കുന്നത് പ്രത്യേകമായിരിക്കണം. അതായത് മിക്കവാറും പുതിയ നോട്ടുകളിലെല്ലാം ഗാന്ധിയുടെ രൂപമുണ്ട്.
ഈ ഗാന്ധിയുടെ രൂപമുള്ള 500 200 100 50 20 10 നിങ്ങൾ പേഴ്സിൽ വെക്കുമ്പോൾ തലകുത്തി വെക്കരുത്. മറിച്ച് ഗാന്ധിജിയുടെ തല, മുഖം, അതായത് ആ നോട്ട് എടുക്കുമ്പോൾ പുറത്തോട്ട് എടുക്കുമ്പോൾ നേരെ കാണുന്ന രീതിയിൽ വെക്കുക. തല കുത്തിയിടരുത്. ഓക്കെ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ തല തെക്ക് ഭാഗത്തേക്ക് ചേർത്ത് വെക്കാം. ഇപ്പൊ ഇവിടെ വെക്കുന്നു വെക്കാം. ഓക്കെ. അത് വെക്കുമ്പോൾ ഗാന്ധിജിയുടെ ആ രൂപം, തല, മുഖം, അദ്ദേഹത്തിന്റെ ഈ ഭാഗം തെക്ക് വശത്ത് വരണം. കിഴക്കോട്ടായാലും കുഴപ്പമില്ല, പക്ഷേ വടക്കോട്ടും പടിഞ്ഞാറോട്ടും വെക്കാതിരിക്കാം. ഓക്കെ. ഇതിപ്പോ പേഴ്സാന്ന് വെക്കാം. ഓക്കെ. പേഴ്സ് നമ്മൾ ഗാന്ധിജിയുടെ തലയുടെ ഭാഗം, മുകൾ ഭാഗം ഈ ഭാഗത്ത് വരിക, തെക്ക് ചേർത്ത് വെക്കുക. അതൊക്കെ കാര്യമുണ്ട്, ചുമ്മാ ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത്, തള്ളൊന്നുമല്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മള് പേഴ്സിനകത്ത് ഈ ബസ് ടിക്കറ്റ്, പഴയ ബസ് ടിക്കറ്റ്, അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഈ എന്താ പറയുക, നമ്മുടെ ഈ വേസ്റ്റ് വരുന്ന ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ബില്ല്, അതെല്ലാം പഴയത് എടുത്ത് അതിനകത്ത് സൂക്ഷിച്ചു വെക്കരുത്. ഏറ്റവും വൃത്തിയുള്ള കാര്യങ്ങൾ മാത്രമേ പേഴ്സിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പേഴ്സ് വെക്കുമ്പോൾ ഒന്നുകിലും പോക്കറ്റിന്റെ പേഴ്സിൽ വെക്കുക, പോക്കറ്റിൽ വെക്കുക. അത് പലപ്പോഴും ബുദ്ധിമുട്ട് വരും. പാൻറിന്റെ പോക്കറ്റിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ മുൻഭാഗത്ത് വെക്കുക, പുറകിൽ വെക്കരുത് പേഴ്സ്. ഓക്കെ. അത് ഇരിക്കുമ്പോൾ നിങ്ങൾ പേഴ്സിന്റെ പുറത്ത് ഇരിക്കേണ്ടി വരികയും ചെയ്യും, വലത്ത് ചെന്ന് ഇരിക്കുമ്പോൾ. അപ്പോൾ പേഴ്സ് മുമ്പിൽ വെക്കുക. അത് പറ്റുമെങ്കിൽ വലത്ത് ഭാഗത്ത് തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നോട്ടുകൾ എടുക്കുമ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 200 രൂപ ബില്ല് വന്നു, ഒരു ഹോട്ടലിലോ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ ചെന്നപ്പോൾ 200 രൂപ ബില്ല് വന്നു. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ചില്ലറ കിട്ടാൻ വേണ്ടി 500-ന്റെ നോട്ട് കൊടുക്കരുത്. മറിച്ച് ചില്ലറ തൊട്ട് തുടങ്ങാം. 1 രൂപ തൊട്ട് നിങ്ങൾ ചില്ലറ മറക്കുക പേഴ്സിൽ നിന്ന്. 10 രൂപ, 20 രൂപ, അങ്ങനെ ആദ്യത്തെ 200 രൂപ നിങ്ങൾ ബില്ല് അടയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ചെറിയ നോട്ടുകൾ തന്നെ എടുക്കുക. ചില്ലറയ്ക്ക് വേണ്ടി നിങ്ങൾ കുറെ കാലം പിന്നെ കിടന്ന് ഓടേണ്ടി വരും, ശരിയാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. ചെയ്തു നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ. അതായത് ഏറ്റവും വലിയ നോട്ട് ഏറ്റവും അവസാനം എടുക്കാവുള്ളൂ. അത് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ നോട്ട് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ 1 രൂപ നാണയമെങ്കിലും ഈ പേഴ്സിൽ ഇല്ലാതെ കാലി പേഴ്സായിട്ട് ഒരിക്കലും കൊണ്ടു നടക്കരുത്. ഓക്കെ. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാം, സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്തുവാ? പഴയ നോട്ട് കൊടുക്കും. പുത്തൻ നോട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുള്ള രീതിയാണ്. പാടില്ല. പഴകിയ നോട്ടുകൾ നമ്മൾ സൂക്ഷിക്കുക, പുത്തൻ നോട്ടുകൾ കൊടുക്കുക. അതിനകത്തുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഴകിയ നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഉടനീളം സർക്കുലേറ്റ് ചെയ്ത് നിരവധി ആൾക്കാരുടെ വിയർപ്പും കണ്ണീരും ഉത്കണ്ഠയും ഒക്കെ കലർന്നതാണ് ആ നോട്ട്. അതിനൊരു പവറുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കുക. പഴയ നോട്ടുകൾ മാത്രം സൂക്ഷിക്കുക. എവിടെങ്കിലും കടയിലോ മറ്റോടത്തും കൊടുക്കുമ്പോൾ പുത്തൻ നോട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇനിയുമുണ്ട്, 1-2 ടിപ്പുകളല്ല, ഒരു 10,000 ടിപ്പുകളുണ്ട്. അത് 64 വർഷം കൊണ്ട് ഞാൻ നേടിയ അറിവുകളാണ്. പ്രായോഗികമായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ്.
ഇപ്പൊ പറഞ്ഞത് ഇനിയും പറയാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരോടൊക്കെ പയ്യന്മാരോടൊക്കെ ഉപദേശം കൊടുക്കുന്ന ഇതാണ്: നിങ്ങൾ കൂട്ടുകൂടുന്നത് ബോധപൂർവം പ്രായമുള്ളവരുമായിട്ട് കൂട്ടുകൂടുക. എന്നെ പോലെ 64 വയസ്സുള്ള കിളവന്മാരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. എന്തുകൊണ്ടാണ്? 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സൗഹൃദം പങ്കുവെക്കുമ്പോൾ, നിങ്ങൾക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസേ അവൻ്റെ ഇന്ന് കിട്ടുകയുള്ളൂ. അതേസമയം എന്നെ പോലുള്ള വയസ്സന്മാരുമായിട്ട് കൂട്ടുകൂടിയാൽ, ഞങ്ങളത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ 64 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 64 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തന്നെ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തുകൊണ്ടും പ്രായമുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാം. ഇനിയുള്ള എപ്പിസോഡുകൾ ഇതുപോലെ ഭാഗ്യം നേടിയെടുക്കാവുന്ന തരത്തിലുള്ള ടിപ്പുകളായിരിക്കും ഞാൻ പറയുക. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, തൽക്കാലം വിട ചൊല്ലുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം, ശുഭദിനം.